ഹായ്, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന ആ നോട്ടിന് അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായി അടയ്ക്കുന്ന ബില്ലിന് പിന്നിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു കഥയുണ്ടെന്ന്? അതെ, നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഈ ഒരു സംഭവമുണ്ടല്ലോ, പണം. അതിന്റെ ഒരു കിടിലൻ ചരിത്രത്തിലേക്കാണ് നമ്മളിന്ന് പോയി നോക്കാൻ പോകുന്നത്. അത് വെറുമൊരു കടലാസ് കഷ്ണമോ അല്ലെങ്കിൽ ഒരു മെറ്റൽ കോയിനോ ഒന്നുമല്ല. നിങ്ങൾ കയ്യിൽ വെക്കുന്ന ഓരോ നാണയത്തിനും ഓരോ നോട്ടിനും അതിനൊക്കെ പറയാൻ രസകരമായ ഒരു കഥയുണ്ട്. വലിയ വലിയ കണ്ടുപിടുത്തങ്ങളുടെ, യുദ്ധങ്ങളുടെ, എന്തിനേറെ പറയുന്നു, സാമ്രാജ്യങ്ങളുടെ വരെ കഥ. ആ കഥയുടെ ചുരുളുകളാണ് നമ്മളിന്ന് അഴിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് കുറേ പിന്നോട്ടു പോകാം. പണമെന്നൊരു ഐഡിയ പോലും ഇല്ലാത്തൊരു കാലത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്ന് മനുഷ്യർ എങ്ങനെയായിരിക്കും കച്ചവടം ചെയ്തിട്ടുണ്ടാവുക? തരുൺ, നിങ്ങൾക്കൊരു കോഴി വേണം, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് കുറച്ച് ആപ്പിൾ മാത്രമാണ്. എന്തു ചെയ്യും, അല്ലേ? ഇതിനെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇതിനൊരു പേര് പറയും, ആവശ്യങ്ങളുടെ ഇരട്ട പൊരുത്തം എന്ന്. സംഭവം സിമ്പിളാണ്. എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള കോഴിയെ വേണം, നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ള ആപ്പിളും വേണം. ഇങ്ങനെ ഒരേ സമയം പരസ്പരം ആവശ്യമുള്ള രണ്ടുപേർ കണ്ടുമുട്ടണം. അത് ഭയങ്കര പാടല്ലേ? ഈ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടാണ് മനുഷ്യനെ പുതിയ വഴികൾ തേടാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ മനുഷ്യൻ ഒരു സൂത്രപണി കണ്ടുപിടിച്ചു. എല്ലാവർക്കും ഒരുപോലെ വിലയുണ്ടെന്ന് തോന്നുന്ന ചില സാധനങ്ങൾ അതങ്ങ് വിനിമയത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി. ഉപ്പും കക്കയും ധാന്യങ്ങളും കന്നുകാലികളുമൊക്കെയായിരുന്നു ആദ്യത്തെ പണം. ഒരു രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറയുന്ന സാലറി എന്ന വാക്കുണ്ടല്ലോ, അത് സെലാറിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വന്നത്. കാരണം റോമൻ പടയാളികൾക്ക് ശമ്പളമായി ഉപ്പായിരുന്നു കൊടുത്തിരുന്നത്. ഇതിനെയാണ് നമ്മൾ കൊമോഡിറ്റി മണി അല്ലെങ്കിൽ ചരക്ക് പണം എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ആദ്യത്തെ പണത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അല്ലേ? ധാന്യമൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ കേടുവരും. കന്നുകാലികളെ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കാനും പറ്റില്ല. പോരാത്തതിന് ഒരു പശുവിനെ പകുതിയായി മുറിച്ചൊരു ചെറുപ്പ് വാങ്ങാനും പറ്റില്ലല്ലോ. അപ്പോഴാണ് കൂടുതൽ ഈട് നിൽക്കുന്ന, കൊണ്ടു നടക്കാൻ എളുപ്പമുള്ള, ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുന്ന വേറൊന്നിന്റെ എൻട്രി: ലോഹങ്ങൾ. അപ്പോ ഇതാണ് നമ്മുടെ ഈ യാത്രയുടെ ഒരു റൂട്ട് മാപ്പ്. ബാർട്ടറിൽ തുടങ്ങി കമോഡിറ്റി മണി, പിന്നെ ലോഹ നാണയങ്ങൾ, കടലാസ് പണം, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലെത്തി നിൽക്കുന്നു. നമുക്ക് ഓരോന്നായി നോക്കാം. ചരിത്രത്തിലൊരു ടേണിംഗ് പോയിന്റായിരുന്നു ഇത്. ഏകദേശം BC 600-ല് ഇന്നത്തെ തുർക്കിയിലുള്ള ലിഡിയ എന്ന സ്ഥലത്ത് വെച്ചാണ് ആദ്യമായിട്ട് കൃത്യമായ തൂക്കത്തിലും രൂപത്തിലുമുള്ള സ്വർണ്ണ-വെള്ളി നാണയങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇത് കച്ചവടം എത്ര എളുപ്പമാക്കിയിട്ടുണ്ടാവുമെന്ന്. ഇനി ഓരോ തവണയും സ്വർണം തൂക്കി നോക്കുകയേ വേണ്ട, നാണയങ്ങൾ എണ്ണിയാൽ മതി. ഇത് ലോകവ്യാപാരത്തിന് തന്നെ ഒരു വൻ കുതിപ്പായിരുന്നു. പക്ഷെ എപ്പോഴും അങ്ങനെയാണല്ലോ, ഓരോ പരിഹാരവും പുതിയൊരു പ്രശ്നത്തിന് വഴിവെക്കും. ചെറിയ ഇടപാടുകൾക്ക് നാണയങ്ങൾ സൂപ്പറായിരുന്നു. എന്നാൽ വലിയ കച്ചവടങ്ങളുടെ കാര്യമോ? ഒരു കപ്പൽ നിറയെ സാധനങ്ങൾ വാങ്ങാൻ ഒരു വണ്ടി നിറയെ നാണയങ്ങളൊക്കെ ചുമന്നുകൊണ്ടു പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. പോരാത്തതിന് വഴിയിൽ കൊള്ളയടിക്കപ്പെടാനുള്ള പേടിയും. ഈ ഭാരവും സുരക്ഷാ പ്രശ്നവുമാണ് അടുത്ത വലിയ കണ്ടുപിടുത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. അങ്ങനെയാണ് പണത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപ്ലവകരമായ ഒരാശയം വരുന്നത്: മൂല്യത്തെ അതിന്റെ ഫിസിക്കൽ രൂപത്തിൽ നിന്ന് വേർപെടുത്തുക എന്ന ഐഡിയ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, വെറുമൊരു കടലാസ് കഷ്ണത്തിന് എങ്ങനെയാണ് വിലയുണ്ടാകുന്നത്? ഉത്തരം ഒന്നേയുള്ളൂ: വിശ്വാസം. ഇതിന്റെ തുടക്കം 8-ാം നൂറ്റാണ്ടിലെ ചൈനയിലായിരുന്നു. സംഗതി വളരെ ലളിതമായിരുന്നു. വ്യാപാരികൾ അവരുടെ സ്വർണ്ണ നാണയങ്ങളൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചിലരെ ഏൽപ്പിച്ചു. തിരിച്ച് അവർക്കൊരു രസീത് കിട്ടി. ഇത്ര സ്വർണം ഇവിടെയുണ്ട് എന്നതിന്റെ ഒരു ഉറപ്പായിരുന്നു ആ കടലാസ്. പതിയെ പതിയെ ആ ഭാരമുള്ള സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനു പകരം ആളുകൾ ഈ ഭാരമില്ലാത്ത രസീതുകൾ തമ്മിൽ കൈമാറാൻ തുടങ്ങി. കണ്ടോ, അങ്ങനെയാണ് പേപ്പർ കറൻസി ജനിക്കുന്നത്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഒരു സ്വർണ്ണ നാണയത്തിന് വിലയുണ്ടാവുന്നത് അതിലുള്ള സ്വർണം കാരണമാണ്, അല്ലേ? പക്ഷേ ഒരു പേപ്പർ നോട്ടിന്റെ വില ആ കടലാസിലല്ല, മറിച്ച് ആ നോട്ട് തിരികെ കൊടുത്താൽ അത്രയും മൂല്യമുള്ള സ്വർണം കിട്ടും എന്ന സർക്കാരിന്റെയോ ബാങ്കിന്റെയോ ഒരു ഉറപ്പിലാണ്, ഒരു വാഗ്ദാനത്തിലാണ്. ഇത് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയെ തന്നെ അടിമുടി മാറ്റിമറിച്ചു. അപ്പോ ലോഹത്തിൽ നിന്ന് കടലാസിലേക്ക്. ഇനി കടലാസിൽ നിന്ന് എങ്ങോട്ടായിരിക്കും? ഒരു ഫിസിക്കൽ രൂപം പോലുമില്ലാത്ത വെറും അക്കങ്ങളിലേക്ക്. അതെ, ഡിജിറ്റൽ പണത്തിന്റെ ലോകത്തേക്ക് സ്വാഗതം. ഇതൊന്നും വേറെ വേറെ സംഭവങ്ങളല്ല, ഒരേ യാത്രയുടെ തുടർച്ച മാത്രമാണ്. പണത്തെ കൂടുതൽ ഭാരമില്ലാത്തതും കൂടുതൽ എളുപ്പത്തിൽ കൈമാറാൻ പറ്റുന്നതുമാക്കി മാറ്റാനുള്ള ശ്രമം. ചെക്കുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഓൺലൈൻ ബാങ്കിംഗ്, ഇവയെല്ലാം പണത്തെ ഒരു ഭൗതിക വസ്തുവിൽ നിന്ന്
ഒരു വിവരമാക്കി, ഒരു ഡേറ്റയാക്കി മാറ്റുകയായിരുന്നു. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസികൾ ആ യാത്രയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ചുരുക്കി പറഞ്ഞാൽ, നൂറ്റാണ്ടുകൾ നീണ്ട ഈ പരിണാമത്തിന്റെ ഏറ്റവും സ്വാഭാവികമായ അടുത്ത പടിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ടാപ്പിലൂടെ പണം കൈമാറുമ്പോൾ നിങ്ങൾ ശരിക്കും ഈ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും പുതിയ ഒരു കണ്ണിയായി മാറുകയാണ്. ലോകം അതിവേഗം ഒരു ക്യാഷ്ലെസ് സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഇത്രയും നേരം നമ്മൾ പണത്തിന്റെ പല രൂപങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. കക്ക, നാണയം, കടലാസ്, പിന്നെ ഡിജിറ്റൽ കോഡുകളും. പക്ഷേ ഈ എല്ലാ രൂപങ്ങളിലും മാറാതെ നിന്ന ഒരേയൊരു സാധനം എന്തായിരുന്നു? അപ്പോ ഇതാണ് ഈ കഥയുടെയെല്ലാം കാതൽ. പണം ഒരു കക്കയാവട്ടെ, സ്വർണ്ണനാണയമാവട്ടെ, ഒരു പേപ്പർ നോട്ടാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഒരു നമ്പറാവട്ടെ, അതിന് മൂല്യമുണ്ടാകുന്നത് അതിന് പിന്നിൽ സ്വർണമുള്ളതുകൊണ്ടോ സർക്കാർ പറയുന്നതുകൊണ്ടോ മാത്രമല്ല. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും കടക്കാരനും ബാങ്കുമെല്ലാം അതിന്റെ മൂല്യത്തിൽ ഒരുമിച്ച് വിശ്വസിക്കാൻ തയ്യാറാകുന്നതുകൊണ്ട് മാത്രമാണ്. ആ ഒരു സാമൂഹികമായ വിശ്വാസം, അതാണ് പണത്തിന്റെ യഥാർത്ഥ അടിത്തറ. ഈ ചരിത്രമൊക്കെ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിനു മുന്നിലാണ് കൊണ്ടുനിർത്തുന്നത്. ഭാവിയിൽ പണം പൂർണ്ണമായും നമ്മുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ, അതായത് ഇൻവിസിബിൾ ആകുമ്പോൾ, നമ്മുടെ ഈ വിശ്വാസം നമ്മൾ എന്തിലായിരിക്കും അർപ്പിക്കുക? സർക്കാരുകളിലോ ബാങ്കുകളിലോ അതോ കണക്കിലും കോഡിലുമൊക്കെ അടിസ്ഥാനമാക്കിയ പുതിയ ടെക്നോളജികളിലോ? ഇതൊന്നാലോചിച്ച് നോക്കേണ്ട വിഷയമാണല്ലേ?